ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റം കൂടിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറയാലോ, ഇത് കണ്ടുപിടിച്ച ആളെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കോക്കനറ്റ് ബ്രേക്ക് ചെയ്യാനും ക്രാക്ക് ചെയ്യാനും പറ്റിയിട്ടുള്ള അടിപൊളി ടൂൾസാണ്. കാണുന്ന പോലെയില്ല, പവർഫുള്ളാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റിംഗ് റിവ്യൂസ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഒത്തിരി പേര് ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ ഇവർ രണ്ടുപേരും ചെറുതാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്ലേറ്റിൽ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗവും ബാക്കിൽ നല്ല സപ്പോർട്ടിങ്ങിനായിട്ടുള്ള ഒരു ഗ്രിപ്പുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈയൊന്നും മുറിയാണ്ട് സേഫ് ആയിട്ട് തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ബാക്കത്തിയോ വെട്ടുകത്തിയോ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. കടയിൽ നിന്ന് ഇപ്പോൾ ചകിരിയൊക്കെ കളഞ്ഞിട്ടുള്ള തേങ്ങയാണ് കിട്ടുക. പിന്നെ ഡയറക്റ്റ് ഇതേ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടി തട്ടി പൊട്ടിക്കേ വേണ്ടുള്ളൂ. ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പതുക്കെ തട്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പൊട്ടണില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നല്ല രീതിക്ക് എന്നെ ഒന്ന് തട്ടിക്കൊടുത്തു. അപ്പോൾ ദാടാ പെട്ടെന്ന് തന്നെ പൊട്ടി വന്നു. ചെറിയൊരു പേടിയുള്ള കാരണമാണ് ഞാൻ ആദ്യം പതുക്കെ തട്ടിക്കൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് 2 തട്ടി കഴിഞ്ഞാൽ പൊട്ടുന്ന സാധനം കേട്ടോ. തേങ്ങ വെള്ളം നല്ല സേഫ് ആയിട്ട് ആ പ്ലേറ്റിൽ തന്നെ വീണോളൂ. കണ്ടോ, ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടോ. എനിക്കിപ്പോൾ ആദ്യത്തെ ആ ഒരു പേടിയൊന്നുമില്ല. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തിട്ട് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടോ. പെട്ടെന്ന് തന്നെ പൊട്ടിക്കാനൊക്കെ പറ്റും. ഇനി ക്രാക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ.